ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ മാസം, ഈ മാസം നല്ലൊരു ബുള്ളിഷിലേക്കായിരുന്നു പ്രൈസ് മൂവ് ചെയ്തത് അല്ലേ. ആദ്യം പ്രൈസ് ഒന്ന് ബിയർഷിലേക്ക് മൂവ് ചെയ്തു, അതിനുശേഷം കഴിഞ്ഞ വീക്കെൻഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു ബുള്ളിഷിലേക്ക് പ്രൈസ് മൂവ് ചെയ്തു, പുതിയൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. നമുക്കിപ്പോൾ മന്തിൻ്റെ പറയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു 5 മാസത്തിൽ 4 മാസം പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മന്തിൻ്റെയൊക്കെ ക്യാൻഡിൽസ് നമ്മൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി എന്ത് സംഭവിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗോൾഡ് നല്ല ബുള്ളിഷാണ് അല്ലേ. 99 മുതൽ ഇങ്ങനെ പ്രൈസ് ബുള്ളിഷിലേക്ക് വന്നു ഒറ്റ രീതിയിൽ. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ വീക്ക്ലി മന്ത്ലി ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നത് പോലെയാണ് ആ ടൈമിൽ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്തത്. ഏകദേശം 2011 വരെ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് കാണാം. അതിനുശേഷം പ്രൈസ് ഒരു നല്ലൊരു പുൾ ബാക്ക് എടുത്തു. ഈ ഒരു 2011 ഹിറ്റ് ചെയ്തത് വന്ന് ബ്രേക്ക് ചെയ്തേക്കുന്നത് 2020 കണ്ടോ. 2020 വന്ന് ബ്രേക്ക് ചെയ്തു. അത് ഏകദേശം ഒരു 9 വർഷം കൊണ്ടാണ് പ്രൈസ് വന്ന് ബ്രേക്ക് ചെയ്തത്. പ്രൈസ് ഇത് വന്ന് ബ്രേക്ക് ചെയ്തു, വീണ്ടും ആദ്യം വിക്ക് ബ്രേക്ക് ഇവിടെയൊക്കെ നടന്നു, അതിനുശേഷം പ്രൈസ് ബ്രേക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെയുള്ള ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് എല്ലാ മാസവും നമുക്ക് കാണാൻ പറ്റുന്നതാണെന്നാണ് എൻ്റെ ഒരു വീക്ക്ലി അനാലിസിസ് എനിക്ക് മനസ്സിലായിരിക്കണത്. എൻ്റെ അനാലിസിസ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് കുറച്ച് നാളത്തേക്ക്, അതായത് പ്രൈസിന് ചിലപ്പോൾ ഒരു 3000 വരെ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് മിക്കപ്പോഴും. ഇതേപോലത്തെ ഒരു വലിയൊരു ബുള്ളിഷ് പവർ നമുക്ക് കാണില്ല ഗോൾഡിൽ. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു വലിയൊരു ബുള്ളിഷ് പവർ കാണില്ല. എന്നാലും നമ്മളിപ്പോൾ ഇതേപോലെ വന്നിരിക്കുന്ന ഈ ഒരു മൂവ്മെൻറ്റൊക്കെ നമുക്ക് ഗോൾഡിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇവിടെ മുതൽ 1600 മുതലാണ് പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്തത്. അന്ന് നമ്മളെ പറഞ്ഞതാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഇതായിരിക്കും നമ്മൾ എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ അതിലന്ന് ഇൻവെസ്റ്റ് ചെയ്ത കുറേ പേരൊക്കെ ഉണ്ട്, ഫിസിക്കൽ ഗോൾഡ് വരെ വാങ്ങിച്ചു വെച്ച ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കാര്യം. അപ്പോൾ എബ്രോഡൊക്കെ ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ വളരെ ഗുണം ചെയ്തൊരു വീക്ക്ലി അനലിസിസ് ആയിരുന്നു ആ സമയത്ത്. ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇപ്പം ഇനിയും പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കാം, വീണ്ടും ഒരു ഓൾ ടൈം ഹൈ അടിക്കാം, വീണ്ടും പുൾ ബാക്ക് എടുക്കാം, ഒരു ഓൾ ടൈം ഹൈ അടിക്കാം. ഇങ്ങനെ കുറച്ച് നാൾ കണ്ടിട്ടായിരിക്കും പ്രൈസ് ഇനി താഴേക്ക് വരുന്നത്. ഇനിയൊരു വലിയൊരു പുൾ ബാക്ക് പ്രതീക്ഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് സാധാരണ വീഴുമ്പോഴേക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും മന്ത്ലി. പക്ഷേ ആ ഒരു മൂവ്മെൻറ്റ് താഴേക്കൊരു പുൾ ബാക്ക് നമുക്കിപ്പോൾ കിട്ടുന്നത് ഒരു $50-60 മൂവ്മെൻ്റ് ആണ്. സാധാരണ ഒരു ദിവസം തന്നെ $50, രണ്ടാമത്തെ ദിവസം ഒരു $50, മൂന്നാമത്തെ ഒരു ദിവസം $50. ആ ഒരു പുൾ ബാക്ക് ഞാനിപ്പോൾ കുറച്ച് ആളായിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷിൽ തന്നെയാണ്. ബൈ സൈഡ് എൻട്രികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈം ഹോൾഡ് ചെയ്യാം, നല്ല പ്രോഫിറ്റ് എടുക്കാം. നിങ്ങൾക്ക് മാസത്തിൽ തന്നെ 1-2 ട്രേഡുകൾ എടുത്താൽ മതി. അങ്ങനെയുള്ള എടുക്കുന്ന ട്രേഡുകളിൽ തന്നെ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രൈസ് കഴിഞ്ഞ വീക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ അടിച്ച് അത് ബോഡി ബ്രേക്ക് ആയിട്ട് തന്നെ നിൽക്കണേന്. അപ്പോൾ നല്ലൊരു നേരത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു വിക്ക് ബ്രേക്ക് നടത്തി പുൾ ബാക്ക് എടുത്തു, വീണ്ടും വിക്ക് ബ്രേക്ക് നടത്തി പുൾ ബാക്ക് എടുത്തു. അപ്പോൾ ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീക്കൊക്കെ പ്രൈസ് വീണ്ടും പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഫിസിക്കൽ ഗോൾഡൊക്കെ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ ഇനിയും പ്രൈസ് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് വാങ്ങും, അല്ല പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് എടുക്കണമെങ്കിൽ ഞാനൊരു 2000 വരെയൊക്കെ ഗോൾഡിൻ്റെ ഒരു പുൾ ബാക്ക് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇനി ഈ അടുത്തൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഫണ്ടമെൻ്റൽ അവിടെ വരണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഉറപ്പാണത് ഭാവിയിൽ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റിലേക്ക് എത്ര ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഗോൾഡ് നല്ലൊരു പുൾ ബാക്ക് എടുത്ത് നല്ലൊരു ലോയിൽ വരാൻ സാധ്യത കൂടുതലാണ്. ആ സമയത്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഫിസിക്കൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സിങ് ട്രേഡിലേക്ക് എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ടൈമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഡേയിലേക്ക് വരുമ്പോഴത്തേക്കും പ്രൈസ് പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാൻഡിൽ തന്നെയാണ്. ഇനി നെക്സ്റ്റ് ദിവസം, അതായത് മൺഡേ പ്രൈസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ആഴ്ച ചിലപ്പോൾ വന്ന് ഈ ഒരു നമ്മുടെ ഐഡിയം എടുക്കാം, എന്നിട്ട് പുതിയൊരു മേജർ ഹൈ കൊണ്ടുവരാം. ആ മേജർ ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയം കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ബൈ ചെയ്യുക. അപ്പോൾ നല്ല ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്നൊരു ട്രേഡുമായിരിക്കും. അപ്പോൾ നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ 4 ഹവറിൻ്റെ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്നാണ് നമ്മൾ ലൈവ് ട്രേഡാണ് എടുത്തത്. എല്ലാവരും നല്ല പ്രോഫിറ്റൊക്കെ എനിക്ക് അയച്ചു തന്നു. വലിയ എമൗണ്ടുകളൊക്കെ എടുത്ത എക്സ്പീരിയൻസ് ട്രേഡേഴ്സ് ഉണ്ട്, വളരെ സന്തോഷം. അപ്പോൾ നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ദിവസം തന്നെ എൻ്റെ വിചാരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഈ ഹൈ എടുക്കുമെന്ന് നമ്മൾ ഈ ഒരു ട്രേഡ് നമ്മൾ ഏകദേശം ട്യൂസ്ഡേ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അയച്ചത്. പക്ഷേ നമ്മളിതിലേക്ക് പ്രൈസ് വന്നത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ വന്നു, അതിക്ക് മുമ്പ് ആദ്യം പ്രൈസ് വന്നിട്ട് പ്രൈസ് മൂവ് ചെയ്ത് പോയി.
നമ്മൾ ട്യൂസ്ഡേ ആണത് മാർക്ക് ചെയ്തിട്ടത്. പക്ഷേ വെനസ്ഡേ തന്നെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നിന്ന് പ്രൈസ് തിരിച്ച് കയറി പ്രൈസ് ഇവിടെ നിന്ന് പ്രൈസ് വീണ്ടും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു കൺഫർമേഷൻ തന്നു. അവിടെ നിന്ന് പ്രൈസ് മൂവ് ചെയ്തു. ആ ദിവസം തന്നെ ഏകദേശം 10-300 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് തന്നു. നല്ല പ്രോഫിറ്റ് കിട്ടിയ ട്രേഡായിരുന്നു. പക്ഷേ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്ലോസ് ചെയ്ത് ഈ ഒരു റീടെസ്റ്റ് എടുത്ത് ഇവിടെ നിൽക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അടുത്തൊരു മൺഡേ ആകുമ്പോൾ വീണ്ടും ഒരു പുൾ ബാക്ക് തന്നിട്ട് കയറിപ്പോകാനുള്ള സാധ്യതയെന്ന് വിചാരിച്ച് പ്രൈസ് നല്ല ബുള്ളിഷിൽ നല്ല മൂവ്മെൻറ്റ് തന്നു. ഓൾറെഡി ഫ്രൈഡേ തന്നെ നല്ലൊരു ഓൾ ടൈം ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു അനാലിസിസിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രോഫിറ്റ് എടുത്ത് മാറി നല്ല പ്രോഫിറ്റ് കിട്ടി. ഈ വീക്കിൽ ഏറ്റവും നല്ല പ്രോഫിറ്റൊക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലാത്ത മൂവ്മെൻറ്റ് നമുക്ക് ഉറപ്പായിട്ട് നമുക്കിത് പോകാനുള്ള ചാൻസ് 50% അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചിരിക്കും. അല്ലെങ്കിൽ അത് പോയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമുക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റിയില്ല ഏറ്റവും നല്ല, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഇമോഷണൽ ഒരു ട്രേഡറായി മാറും. നമുക്ക് പിന്നീട് ഒരു ട്രേഡ് മാനേജ്മെൻറ്റ് വരുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത ഒരു മൂവ്മെൻറ്റ് ഓക്കെ കൊള്ളാം, നമ്മൾ ഏകദേശം 50% ഈ ഹൈഡ് എടുത്തിട്ടുണ്ട്, ഓക്കെ അതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് മാറിയിരിക്കും. നല്ല പ്രോഫിറ്റല്ലേ കിട്ടിയത്. അപ്പോൾ ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൺഡേ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം ഒരു 2-3 ആഴ്ചയായിട്ട് നല്ല തിരക്കാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു കാര്യത്തിൻ്റെ പുറകെ നമ്മൾ നല്ല രീതിയിൽ കുറച്ച് ആളായിട്ട് നമ്മളിങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ ഇരിക്കുന്ന സമയത്തൊന്നും എനിക്ക് ട്രേഡില്ല. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ ടയേർഡായിരിക്കും, അതുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഏകദേശം മൺഡേക്കും ട്യൂസ്ഡേ ഒക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് ട്രേഡ് എടുത്തിട്ട് പലതും കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് വളരെ ചെറിയൊരു പ്രോഫിറ്റാണ് എനിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയത്. എനിക്ക് തോന്നുന്നു കുറേ മാസങ്ങൾക്ക് ശേഷം ഏറ്റവും കുറവ് പ്രോഫിറ്റ് കിട്ടിയ ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും അതുപോലെ വരുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ 1-2 ട്രേഡൊക്കെ ആ സമയത്തൊക്കെ ഇട്ട് നോക്കി, കറക്റ്റായിട്ടുള്ള സെറ്റപ്പ് ഒന്നും നോക്കാതെ. പക്ഷേ എനിക്കതൊക്കെ നമ്മുടെ ഒരു ഇമോഷൻ ട്രേഡ് തന്നെയെന്ന് പറയാം. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ആ പ്രോഫിറ്റ് കുറവ് കൊണ്ട് ഞാൻ മൺഡേക്ക് ഇട്ട് ട്രേഡ് കൊണ്ട് എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുക മാത്രമേ ചെയ്തത്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ട്രേഡൊക്കെ എടുത്തിട്ട് നഷ്ടം വന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു 50% ഇവിടെ നഷ്ടം വെക്കാം എന്ന് വിചാരിച്ച് തന്നെ അക്കൗണ്ടിൻ്റെ ഒരു 5% ഒക്കെ നമ്മൾ വെച്ചൊരു ട്രേഡ് ഞാൻ എടുത്തു. ട്രേഡ് എടുത്ത് വേറെ ഒന്നുമല്ല, അതിന്ന് പ്രോഫിറ്റ് എടുക്കണമെന്ന് വിചാരിച്ചു. ഒരു കൺഫർമേഷൻ എടുത്തിട്ട് തന്നെയാണ് സെക്ഷൻ്റെ ഒരു കൺഫർമേഷൻ എടുത്തു. പിന്നെ പ്രൈസ് ഓൾറെഡി മൺഡേ മുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രൈസ് മൺഡേ മുതൽ നല്ലൊരു ബിൽഡപ്പ് പ്രൈസ് തരുന്നുണ്ട് അല്ലേ. മൺഡേ മുതൽ പ്രൈസ് നല്ലൊരു ബിൽഡപ്പ് വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച മുതൽ പ്രൈസ് ഇങ്ങനെ ബിൽഡപ്പ് തന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പുൾ ബാക്ക് എടുക്കാതെ ബിൽഡപ്പ് എപ്പോൾ വേണമെങ്കിലും പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് എടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു ഓർഡർ ഫ്ലോയും വാലിഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് എന്തായാലും പ്രൈസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലായി. അപ്പോൾ ട്രേഡ് എടുക്കണം എന്ന് നമ്മൾ വിചാരിച്ചു. പല ട്രേഡുകൾ ഇവിടെ നിന്നൊക്കെ എടുത്തു, പക്ഷേ അത് ബ്രേക്ക് ചെയ്യാൻ ആയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഈ 1 അവറിൻ്റെ ചോദിച്ചിൽ നമുക്ക് ബ്രേക്ക് തന്നതിന് ശേഷം എനിക്ക് ഉറപ്പായിരുന്നു പ്രൈസ് ഒരു പുൾ ബാക്ക് നല്ല രീതിയിൽ എടുക്കുമെന്ന്. അപ്പോൾ ഈ 1 അവറിൻ്റെ സെറ്റപ്പ് വെച്ചാണ് ഞാൻ ഈ ഒരു ട്രേഡ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ ഈ ഒരു പുൾ ബാക്ക് നമ്മൾ എടുക്കണമെങ്കിൽ ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബോഡി ബ്രേക്കും ചെയ്യാം, ന്യൂസ് സമയത്ത് ചിലപ്പോൾ ബോഡി ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിസ്ക് എൻട്രി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിസ്ക് എൻട്രി ആണ്. ഞാൻ ന്യൂസ് സമയത്ത് ട്രേഡ് ചെയ്യാറില്ല. എൻ്റെ PNL നിങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ആഫ്റ്റർ ന്യൂസിനെടുത്ത ട്രേഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ന്യൂസിന് കുറേ മുമ്പ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക, ആ ടൈമിൽ കയറി ട്രേഡ് എടുക്കാറില്ല. പക്ഷേ ഇത് ആ സമയത്ത് കയറി നമ്മൾ ആ ഒരു ട്രേഡ് നമ്മൾ എടുത്തു. 50 മിനിറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ടുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഇത് ഇൻറ്റേർണൽ ആയപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഇൻസൈഡ് മൂവ്മെൻ്റ് ആണ്. ഇൻസൈഡ് ആയപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഈ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ വെക്കുന്ന ഒരു 80 വെക്കില്ല. പിന്നെ ഒരു 80 ബ്രേക്ക് ചെയ്ത് പ്രൈസ് പോവുകയാണെങ്കിൽ പിന്നെ ഒരു 2500 വരെ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. ഒരു 81 വരെയൊക്കെ നമുക്ക് വെക്കാം എന്നുള്ള ഒരു രീതിയിൽ വെച്ചു. പക്ഷേ വളരെ റിസ്ക് ട്രേഡാണ്. സാധാരണ പ്രൈസ് മേളിലേക്കൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു $10 ഈ ഒരു ടൈമിന് മൂവ് ചെയ്യേണ്ടതാണ്. ഒന്നാമത് CPI ന്യൂസ് ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ നല്ലൊരു മൂവ് ചെയ്യണ എൻ്റെ SL അടിക്കേണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കാണിച്ചത് വളരെ ഒരു പൊട്ടത്തരമായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് നമ്മളുടെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ്. കറക്റ്റായിട്ട് പ്രൈസ് അവിടെ നിന്ന് നമ്മൾ ആ 1 അവറിൻ്റെ വിക്ക് ബ്രേക്ക് നടത്തി. പിന്നെ ഒരു 2 ആഴ്ചയായിട്ട് പ്രൈസ് 1.5 ആഴ്ചയായിട്ട് പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ബുള്ളിഷിലേക്ക് തന്നെ ഇന്ന് ഒരു പുൾ ബാക്ക് പോലും തരാതെ. അപ്പോൾ പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായാലും താഴേക്ക് വന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല പ്രോഫിറ്റ് എടുത്ത് മേളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. ഞാനിവിടെ നിന്ന് ഇതൊക്കെ നോക്കി 1-2 ട്രേഡ് എടുത്ത് വെച്ചു. ആദ്യം നമ്മൾ ഇതിൻ്റെ ഹൈ ജസ്റ്റ് വെച്ചു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ന്യൂസ് ആയതുകൊണ്ട് ഈ ഹൈ ഒക്കെ വെച്ചിട്ട് തരാം. നമ്മൾ സാധാരണ ഒരു നോർമൽ ടൈമിലാണെങ്കിൽ നമുക്ക് ഈ ഹൈയുടെ തൊട്ട് മേളിൽ വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഒരു 80 എന്ന് പറയുന്നത് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ വിക്ക് ബ്രേക്ക് നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 81 വെച്ചു. ഞാൻ നോക്കി നിൽക്കുക, പ്രൈസ് ഇങ്ങനെ വന്ന് താഴേക്ക് പോയി. പക്ഷേ ഇങ്ങോട്ട് പ്രൈസ് വന്ന് ഈ 80 ഗ്രാബ് ചെയ്തതോടെ എനിക്ക് മനസ്സിലായി പ്രൈസ് നല്ല രീതിയിൽ പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യുന്നു. ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് സുഖമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റി. ആദ്യം ഒരു ഈ ലോ നമ്മൾ ടാർഗറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ലോയും ടാർഗറ്റ് ചെയ്തു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലോ വരെയൊക്കെ നമ്മൾ ടാർഗറ്റ് വെച്ചായിരുന്നു. പക്ഷേ ഞാൻ
ഇച്ചിരി റിസ്ക് കൂടുതലാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റ് എടുത്ത് ഞാൻ അവിടെ നിന്ന് മാറുകയാണ് ചെയ്തത് ആ ട്രേഡ്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നൊരു ബയ്യോ ഉണ്ടായിരുന്നു, പിന്നെ എടുത്തില്ല. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ചയോ എടുക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏകദേശം ഒരു 1.5 ആഴ്ച എടുക്കുന്ന ഒരു പ്രോഫിറ്റ് ഒറ്റ ട്രേഡിൽ നിന്ന് ഞാൻ എടുത്തു. അത്ര റിസ്ക് അവിടെ ഞാൻ വെച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് വേറൊരു ട്രേഡിൽ, നല്ല ട്രേഡായിരുന്നു, ഞാൻ കയറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പിന്നീട് നമ്മൾ അടുത്ത ട്രേഡ് ഇടുക, ഒരു പ്രോഫിറ്റ് കിട്ടിയല്ലേ, ആ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല. നമ്മൾ പ്രോഫിറ്റ് എടുത്ത് മാറുക, നമ്മൾ ഡിസിപ്ലിൻ ട്രേഡർ ആകുക. അടുത്തൊരു നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഓക്കെ ആയിക്കോട്ടെ, വിട്ട് കളയുക. ഞാൻ മാറിയിരുന്ന് കിടന്നുറങ്ങിയാണ് ചെയ്തത്. നമ്മൾ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി. അപ്പോൾ കുറച്ച് ദിവസത്തെ നമുക്ക് കുറേ നാളായിട്ട് നമ്മുടെ ഇമോഷൻസ് ട്രേഡിങ്ങിൽ വർക്കൗട്ട് ആയിട്ടില്ല. അത് അതേപോലെയുള്ളൊരു സെറ്റപ്പിലാണ്. എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം ട്രേഡറാണ് നമ്മൾ, ആ ട്രേഡിങ്ങിന് വേണ്ടി മാത്രമേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ ട്രേഡിങ്ങിന് കിട്ടിയ കുറച്ച് പ്രോഫിറ്റ് നമ്മൾ കുറച്ച് ലാൻഡിലേക്ക് ചെറുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അവിടെ ഒരു കുറച്ച് കൺസ്ട്രക്ഷൻ കാര്യങ്ങളുടെ പുറകെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം സെറ്റായി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ആഴ്ച തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ട്രേഡ്, നെക്സ്റ്റ് ട്രേഡ് നമ്മുടെ 4 ഹവറിൻ്റെ ഈ ഒരു ഈ ഒരു പൊസിഷനിൽ വന്ന ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം റിസ്ക് ഒന്നും വെച്ചില്ല. നോർമൽ റിസ്ക് വെച്ച് ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അപ്പോൾ നമ്മൾ വീണ്ടും ഏറ്റവും നല്ല ട്രേഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ അവിടെ വലിയ ഇതിട്ടില്ല. പക്ഷേ നമ്മൾ ഡിസിപ്ലിൻ ട്രേഡർ ആയെന്നുള്ള, വീണ്ടും തിരിച്ച് ഡിസിപ്ലിൻ ട്രേഡർ ആയെന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്ന സാധാ റിസ്ക് തന്നെ ഇവിടെ വെച്ചു. എനിക്ക് ഉറപ്പായിരുന്നു പ്രൈസ് മൂവ് ചെയ്യുമെന്ന്. അത് കാരണം നമ്മൾ പക്കാ കോൺഫിഡൻസോടെ, പല ആൾക്കാരും ലൈവിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ആ മൂവ്മെൻറ്റ് ട്രേഡ് ഇട്ടോ എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുക്കുന്നത് ഞാൻ പറയുള്ളൂ. പക്ഷേ നമുക്ക് 100% കോൺഫിഡൻസ് ആയിരുന്നു പ്രൈസ് പുതിയൊരു ഹൈ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന്. പക്ഷേ നല്ല ട്രേഡായിരുന്നു, നല്ല പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇതേപോലെ 1-2 ട്രേഡുകൾ നമുക്ക് ഒരാഴ്ചയോ അല്ലെങ്കിൽ മാസത്തിൽ കിട്ടിയാൽ മതി, നല്ല പ്രോഫിറ്റ് എടുക്കാം. അപ്പോൾ എല്ലാ മൂവ്മെൻറ്റും മനസ്സിലാക്കുക. ആ മൂവ്മെൻറ്റ് മനസ്സിലാക്കി നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്ന മൂവ്മെൻറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കുക. അത് സ്റ്റോപ്പ് ലോസ് ആയിക്കോട്ടെ, ബ്രേക്ക് ഈവൻ ആയിക്കോട്ടെ, മൾട്ടിപ്പിൾ ടാർജറ്റാണ്, നമ്മൾക്ക് ഏത് ടാർജറ്റ് അടിച്ചാലും ആയിക്കോട്ടെ, അതൊരു വാലിഡ് ട്രേഡാണ്. അതിൽ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ റിസ്ക്, അതേപോലെ ട്രേഡ് മാനേജ്മെൻറ്റ് അത് സെറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും നമ്മൾക്ക് 1 ഹവറിൻ്റെയൊക്കെ നോക്കിയാൽ പ്രൈസ് തിരിച്ച് ബുള്ളിഷിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി പ്രൈസ് നല്ലൊരു ബുള്ളിഷിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇൻറ്റേർണൽ നിങ്ങൾക്ക് എന്തെന്ന് IDM ഒക്കെ എടുക്കുമ്പോൾ ഇൻറ്റേർണൽ സെറ്റപ്പിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അതേപോലെ സെക്ഷൻ്റെ ട്രേഡുകൾ എടുക്കാം. സെക്ഷൻ്റെ ട്രേഡുകൾ കിട്ടുകയാണെങ്കിൽ എടുക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ സെക്ഷൻ്റെ ട്രേഡുകളൊന്നും കിട്ടിയിട്ടില്ല അല്ലേ. കഴിഞ്ഞ ദിവസം കിട്ടിയ ട്രേഡ് അല്ലാതെ 1-2 ട്രേഡ് അല്ലാതെ സെക്ഷൻ്റെ ട്രേഡുകളൊന്നും, ഇതൊക്കെ സെക്ഷൻ്റെ സെറ്റപ്പിലും 1 ഹവറിൻ്റെ വീക്ക് ബ്രേക്ക് നടത്തിയതിൻ്റെ സെറ്റപ്പിൽ 2 POI ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് എടുത്തത്. ഇത് ഇവിടെ ഉണ്ടായിരുന്നു സെക്ഷൻ്റെ, അതായത് ന്യൂയോർക്ക് ഇപ്പോഴായിട്ട് ന്യൂയോർക്ക് കഴിയുമ്പോൾ അതിൻ്റെ ലോയോ അതിൻ്റെ ഹൈയോ എടുത്തിട്ട് പ്രൈസ് മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ട്രേഡൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതേപോലെ തന്നെ ന്യൂയോർക്ക് കഴിഞ്ഞിട്ട് ഏഷ്യൻ ഓപ്പൺ ചെയ്യുമ്പോൾ ന്യൂയോർക്ക് ഉണ്ടാക്കിയ ലോയോ തലേദിവസം ഉണ്ടാക്കിയ ലോയൊക്കെ എടുക്കുമ്പോൾ പ്രൈസ് റിയാക്ട് ചെയ്യാറുണ്ട്. നേരത്തെ അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല. ഇപ്പോൾ ഈ സമയത്ത് ഈ മൂവ്മെൻറ്റിൽ പ്രൈസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കിട്ടുന്ന ട്രേഡുകൾ എടുക്കാം. നിങ്ങൾക്ക് 15 മിനിറ്റിൻ്റെ OBകളിൽ വന്ന് എടുക്കാം. 1 ഹവറിൻ്റെ സ്ട്രക്ചറിൽ വന്ന് ഉറപ്പായിട്ടും ധൈര്യമായിട്ട് ട്രേഡ് എടുക്കുക. ഇപ്പോൾ നമുക്ക് 4 ഹവറിൻ്റെ പറയാനാണെന്നുണ്ടെങ്കിലും പ്രൈസ് 4 ഹവറിൽ ഇനി പ്രൈസ് ഇനി IDM തന്നെ, IDM നമുക്ക് ഇവിടെയാണ് കിടക്കുന്നത്. IDM തന്നിട്ട് ഈ വിക്കോബി എന്ന് പോകാൻ ചിലപ്പോൾ ഈ IDM എടുത്ത അവിടെ നിന്ന് തന്നെ പ്രൈസ് മൂവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും ഒരു ഓർഡർ ഫ്ലോ ആണ്. ഇപ്പോൾ IDM എടുക്കാതെ പോവുകയോ നല്ല ബുള്ളിഷിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇതൊരു ഓർഡർ ഫ്ലോ ആണ്. ഈ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് പ്രൈസ് തിരിച്ച് കയറിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബൈ സെറ്റപ്പ് നോക്കാം. പരമാവധി നെക്സ്റ്റ് വീക്ക് മൺഡേ ഒക്കെ വാച്ച് ചെയ്ത്, മൺഡേ ട്യൂസ്ഡേ ഒക്കെ വാച്ച് ചെയ്തിട്ട്, മൺഡേ ട്യൂസ്ഡേ ഒക്കെ എടുക്കുമ്പോൾ ബൈ സെറ്റപ്പ് കൂടുതൽ എടുക്കാൻ നോക്കുക. മൺഡേ ട്യൂസ്ഡേ ഒക്കെ വാച്ച് ചെയ്തിട്ട് നമുക്ക് വെനസ്ഡേ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും നല്ലൊരു സെറ്റപ്പ് ട്രേഡൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലേക്ക് നമ്മൾ സ്ഥിരം ആഡ് ചെയ്യുന്നത് പോലെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ആഡ് ചെയ്യില്ല. അതർ സ്റ്റുഡൻസിന് ഞാൻ ഒരിക്കലും ആഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഈ വീക്ക്ലി അനാലിസിസ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് കാണാം, നിങ്ങൾക്കതുപോലെ നോക്കാം. പക്ഷേ അത് നിങ്ങളുടേതായ സെറ്റപ്പിൽ ചെയ്യാൻ നോക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ മാപ്പ് ഇതുപോലെയല്ലേ, ഓർഡർ ബ്ലോക്ക് ഇതുപോലെയല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ട്രാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ഹൈ പ്രയോറിറ്റി ട്രേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ടുവന്ന് എനിക്ക് അതിൽ ആഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ നിങ്ങൾ തരുന്ന കാശ് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ എനിക്കിതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വളർത്തി ബാച്ചൊക്കെ വെച്ച് ഒരുപാട് കാശുണ്ടാക്കാം. എനിക്കതിൻ്റെ താല്പര്യമില്ല. താല്പര്യമുള്ള ആളുകൾ മാത്രം നമ്മുടെ കോഴ്സിന് വന്നാൽ മതി. അല്ലാത്തൊരു ആൾക്കാരെ ഇഷ്ടം പോലെ വരെ ഞാൻ റിജക്റ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ നമുക്ക് അതേപോലെ ഒരു
നല്ലൊരു ഹാപ്പിനെസ്സിൽ പോകാൻ പറ്റുന്ന ആൾക്കാരെ കിട്ടിയാൽ മതി. നമുക്ക് നല്ല രീതിയിൽ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പേരെയൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അവരെയൊക്കെ നമുക്കൊന്ന് പ്രോഫിലാക്കി എടുക്കാനായിട്ട് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളെയൊന്നും നമുക്കിനി താല്പര്യമില്ല. നല്ലോണം പഠിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരുക. അവരെ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഒരു ക്വിക്ക് വേ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഒരു കാശുണ്ടാക്കുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് സെറ്റ് ആകണം എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഇവിടെ ഒരു സീറ്റും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യാത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സെറ്റപ്പിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചാൽ മാത്രമേ പറ്റൂ. അല്ലാതെ നിങ്ങൾ ആ സമയത്ത് ഞാനൊരു കാര്യം പറയുമ്പോൾ ഇതെന്താണ് അതിൻ്റെ 100 ചോദ്യങ്ങൾ എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചുള്ള സ്റ്റുഡൻസിനാണ് അവർക്കത് എങ്ങനെ നമ്മൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന അതേ ട്രേഡ് മാനേജ്മെൻറ്റ് എന്നെ പഠിപ്പിച്ചാണ് അവർ ഇറക്കുന്നത്. അവർക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു വിടുന്നത്. അപ്പോൾ അവരെ എനിക്ക് മോൾഡ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അല്ലാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ നമ്മൾ അക്കൗണ്ട് മാനേജ്മെൻറ്റ് ചെയ്യുന്നില്ല, അക്കൗണ്ട് പാസ്സായി കൊടുക്കുന്നില്ല. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് മാനേജ്മെൻറ്റ് ചെയ്യേണ്ട എനിക്കൊരു ആവശ്യമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള സ്വന്തം ഫണ്ട് കൊണ്ട് നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. ഈ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അക്കൗണ്ട് പാസ്സാകണ സമയത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും പല വമ്പൻ ടീമിനെയൊക്കെ വിളിച്ച് നോക്കി ഇതിൻ്റെ എങ്ങനെയാണ് സെറ്റപ്പ് എന്ന്. ഇവരൊന്നും നമുക്ക് മറുപടി തന്നിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സും എന്നെ അറിയാവുന്ന ആൾക്കാരും അക്കൗണ്ട് പാസ്സായി ആദ്യം കണ്ടത് എന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാ പീക്ക് ലെവലും കണ്ടുപോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല. എന്തിനാണ് എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ഒരു കസിൻസോ എൻ്റെ ബ്രദേഴ്സോ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെയുള്ള നിങ്ങളുടെ അക്കൗണ്ടൊക്കെ പാസ്സാക്കി കൊടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും പാസ്സാക്കിയിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പോകില്ല. നിങ്ങളെ കൊണ്ട് പാസ്സാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സിഗ്നൽ തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സിഗ്നൽ തരാനാണെങ്കിൽ 1000 അല്ല 10,000 ആൾക്കാരുണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് പോലും നമ്മൾ പല കോഴ്സ് എടുത്തേക്കണതുകൊണ്ട് അവിടെയുള്ള കുറേ ട്രേഡേഴ്സിന് എനിക്കറിയാം. മനസ്സിലായി. അവർ ഇന്ത്യയിൽ വരുന്നതാണ് നമ്മളെ മീറ്റപ്പ് ചെയ്യുന്നത്. അവരൊക്കെ ഈ സിഗ്നൽസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ഒരുമിച്ച് നമുക്ക് ഇന്ത്യയിലും ചെയ്യാമെന്നും പറഞ്ഞ് വലിയ വലിയ ഓഫേഴ്സ് വെക്കുന്നുണ്ട്. പക്ഷേ അതൊരാളെ നശിപ്പിക്കുന്ന കാര്യം. അതിലൊന്നും ഞാനില്ല. നിങ്ങൾക്കൊരു സിഗ്നൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരിക്കലും പ്രോഫിറ്റ് ആക്കാം. എന്നാൽ ലോകത്തിലൊരു ഏറ്റവും നല്ല ബെസ്റ്റ് ട്രേഡർ ആരാന്ന് നോക്കിയിട്ട് അയാളുടെ ചെയ്യുന്ന ട്രേഡുകൾ എല്ലാവർക്കും ചെയ്താൽ പോരെ, നല്ല പ്രോഫിറ്റ് ഉണ്ടായിക്കൂടെ. അപ്പോൾ സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യാൻ പറ്റും എന്നുറപ്പുള്ള ആളുകൾ, അത് നിങ്ങൾക്ക് എത്ര സമയം എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അബ്രോഡുള്ള ആൾക്കാരാണ്. അവർക്ക് 10 മണിക്കൂർ അല്ലെങ്കിൽ 15 മണിക്കൂർ 16 മണിക്കൂർ ഡ്യൂട്ടി അവർ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അവർ പഠിച്ച് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ സമയം ഇതിനൊരു പ്രോബ്ലം ഇല്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള ഡ്രോയിങ്ങും കാര്യങ്ങളും വരച്ച് പഠിപ്പിക്കുന്നു. സ്വിംഗ് ട്രേഡോ ഡേ ട്രേഡോ എല്ലാം നിങ്ങൾക്ക് ചെയ്യാം, സ്കാൽപ്പിംഗ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അഴിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമുള്ള ആൾക്കാർ മാത്രം നമ്മുടെ കോഴ്സിന് വരിക. അല്ലാത്ത ആൾക്കാരൊക്കെയൊന്നും എനിക്കൊരു താല്പര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ വരുമാനം ട്രേഡിങ്ങിൽ നിന്നാണ്, ഈ പറയുന്ന കോഴ്സിൽ നിന്നല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കോഴ്സ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കാശുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാശ് തരാമെന്നും പറഞ്ഞാൽ ഞാൻ അത് ചെയ്തു തരുന്നതല്ല. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരുപാട് റിക്വസ്റ്റ് ഈ ഇടക്കായിട്ട് നമ്മുടെ വീഡിയോ കുറച്ച് റീച്ച് ആയതുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞതാണ്. ടോട്ടൽ നമ്മൾ നേരത്തെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ പറയുന്ന ട്രേഡിങ് ഐഡിയാസാണ്. ഇത് എൻ്റെ ഒരു ഐഡിയയാണ്, എൻ്റെ അനാലിസിസിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഇത് വെച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റും കിട്ടും, പ്രോഫിറ്റ് കിട്ടാതെ ഇരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതും നിങ്ങൾ ചെയ്യുന്നതും തമ്മിൽ ഡിഫറെൻറ്റ് വേ ആണ്, 2 വഴിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മൂവ്മെൻറ്റുകൾ പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സെറ്റപ്പിൽ ട്രേഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളത്. ചിലപ്പോൾ ഈ 4 ഹവറിൻ്റെ ഓർഡർ ഫ്ലോയിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് ട്രേഡ് എടുക്കുക. അതേപോലെ തന്നെ ട്രാപ്പിൽ കയറാതിരിക്കുക. നെക്സ്റ്റ് ഐഡിയം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് കയറാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ GBP/USD പോകാം. എനിക്ക് തോന്നുന്നു ഗോൾഡ് ബുള്ളിഷ് ആയതോടെ ടോട്ടൽ മാർക്കറ്റിൽ എല്ലാത്തിലും നല്ലൊരു ബുള്ളിഷ് ഫണ്ടമെൻ്റലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസ് എല്ലാം നല്ലൊരു ബുള്ളിഷിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. GBPയുടെ മന്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓൾറെഡി ബുള്ളിഷാണ്. ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്, എന്നാലും ഓൾറെഡി ഈ വീക്ക് നല്ല ബുള്ളിഷാണ്. കഴിഞ്ഞ വീക്ക് പ്രൈസ് ഒന്നും ബിയറിഷിലായിരുന്നു. നമ്മൾ ഓൾറെഡി ഈ ഒരു സെല്ല് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താണ് ഇവിടെ നിന്നൊരു പുൾ ബാക്ക് തിരിച്ചുണ്ടാകുമെന്ന് നമ്മൾ ഡേയിൽ വെച്ച് പറഞ്ഞതാണ്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഇവിടെ നല്ലൊരു പുൾ ബാക്ക് ഉണ്ടാകുന്ന വെച്ചാൽ ഓൾറെഡി ഫണ്ടമെൻ്റൽപരമായിട്ട് നല്ല ബുള്ളിഷിലേക്കാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇനിയും പ്രൈസ് ബിയറിഷിലേക്ക് വരുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു OBയിൽ വന്നെയാണെങ്കിൽ വീണ്ടും എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഏറ്റവും ഹൈയിലുള്ള ഒരു ഐഡിയമാണ് ഇവിടെ നിന്നും പ്രൈസ് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ OBയിൽ വരാതിരിക്കാൻ GBPനെ വെച്ച് നല്ല എഫിഷ്യൻസിയിലാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഇവിടെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സെല്ലും കൂടി നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ലോ വരെയൊക്കെ സെല്ല് ചെയ്യാവുന്നതാണ്. ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെല്ലിംഗ് പൊസിഷൻ ആയിരിക്കും അത്. അപ്പോൾ 4 ഹവറിൽ ഓൾറെഡി ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്, ബുള്ളിഷ് ചേഞ്ച് ഓഫ് കേർട്ട് തന്നിട്ടുണ്ട്, 1 ഹവറിൽ ബുള്ളിഷ് ചേഞ്ച് ഓഫ് കേർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു OBയിൽ പ്രൈസ് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 4 ഹവറിൻ്റെ ഐഡിയൊക്കെ ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 1 ഹവറിലാണെങ്കിലും ചേഞ്ച് ഓഫ് കേർട്ടാണ് തന്നിരിക്കുന്നത്. അതും പറഞ്ഞ് ഒരിക്കലും ബുള്ളിഷിലേക്ക് മാറുമെന്ന് ഞാൻ പറയുന്നില്ല. 1 ഹവറിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് മൂവ് ചെയ്തു ഫസ്റ്റ് നല്ലൊരു പുൾ ബാക്ക് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ പറയാം ലോങ് ടൈം ഹോൾഡ് ചെയ്യാവുന്ന ട്രേഡാണ്. ഓൾറെഡി വീക്ക്, മന്ത്, വീക്ക്, ഡേ ഒക്കെ ഓൾറെഡി പ്രൈസ് ബിയറിഷിൽ തന്നെയാണ്. 4 ഹവറിൽ ജസ്റ്റ് ചേഞ്ച് ഓഫ് കാറ്റ്. പക്ഷേ 4 ഹവറിൻ്റെ ബുള്ളിഷ് സ്ട്രക്ചറിൽ നല്ല രീതിയിൽ റിയാക്ഷൻ കിട്ടുന്നതാണ്. അത് കാരണം 4 ഹവറിൻ്റെ ഐഡിയം 4 ഹവറിൻ്റെ OBയൊക്കെ, അതായത് ബുള്ളിഷ് ഐഡിയം, ബുള്ളിഷ് OBയൊക്കെ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത ബ്രിട്ടീഷ് പൗണ്ടിന് കൂടുതലാണ്. അതുകൊണ്ട് ബ്രിട്ടീഷ് പൗണ്ട് പരമാവധി ബുള്ളിഷിലേക്ക് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ 4 ഹവറിൻ്റെ സ്ട്രക്ചർ നല്ല രീതിയിൽ വർക്കിംഗ് ആവും, നല്ല റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 4 ഹവറിൻ്റെ OBയിൽ, ബുള്ളിഷ് OBയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു നല്ലൊരു ട്രേഡ് എടുക്കാവുന്നതാണ് ബൈ സൈഡിലേക്ക്. അപ്പോൾ നമുക്ക് 50 മിനിറ്റിലൊക്കെ ഓൾറെഡി നമുക്ക് ഒരുപാട് ചാൻസുകൾ തന്നായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീക്കൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് ചാൻസ് നമുക്ക് സ്ട്രക്ചർ നമ്മുടെ GBP USDയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ട്രേഡ് എടുക്കാൻ നോക്കുക. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഓസ്ട്രേലിയൻ ഡോളറാണ്. ഓസ്ട്രേലിയൻ ഡോളർ നമ്മൾ നല്ലൊരു ബിയറിഷിലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മൾ ട്രേഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പൊസിഷനിൽ നിന്ന് തന്നെ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് വീക്കിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു പുൾ ബാക്ക് 2 ആഴ്ചയായിട്ട് പ്രൈസ് എടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മൾ പോയത്. ഏകദേശം ഈ ഒരു ലോ നമ്മുടെ ഡേയിൽ അവിടെ ഒരു OB ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് ആദ്യം റിയാക്ട് ചെയ്യാനുള്ള ഒരു OB ഇതാണ്. പക്ഷേ ഇപ്പോഴും ഈ OB വാലിഡ് എന്താണെന്ന് വെച്ചാൽ വീക്ക് ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത്, ബോഡി ബ്രേക്ക് അല്ല. ഇതിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നെക്സ്റ്റ് ഡേ ഇവിടെ ഒരു IFC ക്യാൻഡിൽ വന്നു. ഏറ്റവും നല്ല പവർഫുൾ IFC ക്യാൻഡിലാണ്. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തതോടെ നമ്മളിവിടെ നിന്നൊരു ലോങ് ടൈം സെല്ലെടുത്തായിരുന്നു. ആ സെല്ല് ഓൾറെഡി ബ്രേക്കിന് അടിച്ചാണ് മേളിലേക്ക്. പ്രൈസ് അപ്പോൾ ഓൾറെഡി ബുള്ളിഷാണ്. പിന്നെ ബൈ സൈഡ് എപ്പോഴൊക്കെ കിട്ടുമോ അത് എല്ലാം നല്ല രീതിയിൽ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. നല്ല ട്രേഡുകളാണ്. ഇവിടെ നോക്കി 4 ഹവറിൻ്റെ ഐഡിയമൊക്കെ എടുത്ത നല്ലൊരു ബൈയിങ് പൊസിഷൻസാണ്. 4 ഹവറിലാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു 4 ഹവറിൻ്റെ സ്ട്രക്ചർ ബുള്ളിഷ് ആയതോടെ 4 ഹവറിൻ്റെ സ്ട്രക്ചറിൽ ഇനി പ്രൈസ് വരികയാണെങ്കിൽ ഇതിലും നല്ല രീതിയിൽ വർക്കിംഗ് ആയിരിക്കും. ഓൾറെഡി 4 ഹവർ മാത്രമാണ് ബുള്ളിഷ്. പിന്നെ പ്രൈസ് ഇപ്പം നിങ്ങൾക്കും ഇവിടെ പ്രൈസ് ഓൾറെഡി ഓൾ ടൈം ഹൈ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വീക്കിൻ്റെ വരികയാണെങ്കിൽ ഇനി ഒരു പുൾ ബാക്ക് എടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ OBയിൽ നിന്ന് ഈ ഒരു OBയും ഇവിടെ ബോഡി ബ്രേക്ക്, ഈ സ്ട്രക്ചറിൽ ഈ ബോഡി ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ നല്ലൊരു പുൾ ബാക്ക് എടുക്കാനുള്ളൊരു സാധ്യത ഓസ്ട്രേലിയൻ ഡോളറിൽ കൂടുതലാണ്. അപ്പോൾ ആ ഒരു പുൾ ബാക്ക് ധൈര്യമായിട്ട് എടുക്കുക. നമുക്ക് പിന്നെ 1 ഹവറിലേക്ക് വരികയാണെങ്കിൽ 1 ഹവറിൽ ഓൾറെഡി പ്രൈസ് ബുള്ളിഷാണ്. 1 ഹവറിൻ്റെ ഐഡിയ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ലിലേക്ക് നോക്കാം, ബൈക്കിലേക്ക് നോക്കാം. ഇപ്പോൾ ഓൾറെഡി മിക്കവാറും നെക്സ്റ്റ് വീക്ക് പ്രൈസ് മൺഡേ ഒക്കെ ഇതേപോലെ തന്നെ ബുള്ളിഷിലേക്ക് പോകുന്നുണ്ടാന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പരമാവധി സെൽ സൈഡിലേക്ക് ആയിരിക്കും ഓർഡേഴ്സ് വരുന്നത്. നല്ല ബിൽഡപ്പ് ഇവിടെ കിട്ടിയത് കൊണ്ട് തന്നെ ചിലപ്പോൾ സെൽ സൈഡിലേക്ക് മൺഡേ ട്യൂസ്ഡേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ സെൽ സൈഡിലേക്ക് ഒന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്ന ആഴ്ച മുതൽ ഫുള്ള് ചിലപ്പോൾ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി വേണം ട്രേഡ് എടുക്കാനായിട്ട്. മൺഡേ ട്യൂസ്ഡേത്തെ മൂവ്മെൻ്റ് ഒക്കെ നോക്കുക. നല്ല മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രമേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ യൂറോ USD ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോൾ വേണമെങ്കിലും ഇത് താഴേക്ക് വരാം. ആ ലിക്വിഡിറ്റി പ്രൈസ് എടുക്കാം. അപ്പോൾ എവിടെ വെച്ച് വരുമോ, നമ്മൾ ഇവിടെ നിന്നാണ് നോക്കിയത്. പ്രൈസ് 1-2 പുൾ ബാക്ക് ഇവിടെ നിന്ന് എടുത്തു. പക്ഷേ പ്രൈസ് മൂവ് ചെയ്തിട്ടില്ല. ഇനിയും എടുക്കാമെന്ന് വെച്ചാൽ ഇൻറ്റേണൽ അങ്ങനെയാണ് ചിലപ്പോൾ എടുത്തു പോകുക. അല്ല നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രീം OBയിൽ പ്രൈസ് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം. ഇനിയും പ്രൈസ് ഇവിടെ ഒരു OB നിൽക്കുന്നുണ്ട്. ആ OBയും തട്ടി താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഈ സ്ട്രക്ചറിൽ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് ബോഡി ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാകുന്ന ഈ OB ഒരു ഹൈ പ്രോബിലിറ്റി തന്നെയാണ്. അവിടെ നിന്ന് പ്രൈസ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു കൺഫർമേഷൻ എടുത്തിട്ട് വേണം ട്രേഡ് എടുക്കുക. അതിൽ മിറ്റിഗേഷൻ നടത്തിയിട്ടില്ല. നമുക്ക് നേരെ 4 ഹവറിലേക്ക് തന്നെയാണ്. 4 ഹവറിൽ പ്രൈസ് പുതിയ ബ്രേക്ക് സ്ട്രക്ചർ എന്ന ഐഡിയ തന്നിട്ട് ഈ ഒരു സ്ട്രക്ചർ എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ കറൻസിയിലും സെയിം സ്ട്രക്ചറാണ്. ഓൾറെഡി കറൻസികൾക്കെല്ലാം നല്ലൊരു ഫണ്ടമെൻ്റൽ പരമായിട്ട് നല്ലൊരു ബുള്ളി സ്ട്രക്ചർ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈ സൈഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക. അല്ല മൺഡേക്ക് പ്രൈസ് നല്ല രീതിയിലൊരു ബിയറിഷിലേക്ക് മാറി അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണമെങ്കിൽ ഒരാഴ്ച മുതൽ ഫുള്ള് ഒരു റേഞ്ചിൽ നിൽക്കും. റേഞ്ചിൽ നിൽക്കുമ്പോൾ പരമാവധി
നമ്മുടെ ഇന്റേണൽ സ്ട്രക്ചറിനേക്കാളും ബെറ്റർ നിങ്ങൾ സെക്ഷൻ്റെ ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. സെക്ഷൻ്റെ രണ്ട് സൈഡിലേക്കും മൺഡേ ട്യൂസ്ഡേ നോക്കുക, രണ്ട് സൈഡിലേക്കും കിട്ടുകയാണെങ്കിൽ മൺഡേ ട്യൂസ്ഡേക്ക് ബൈ സൈഡ് നോക്കുക, സെൽ സൈഡ് പറ്റുന്നതൊക്കെ ഇപ്പോൾ നമ്മുടെ സെക്ഷൻ്റെ സെറ്റപ്പ് വെച്ചിട്ട് നോക്കുക സെൽ സൈഡ്. അതേപോലെ തന്നെ മൺഡേ ട്യൂസ്ഡേയും കഴിയുന്നതോടെ വെനസ്ഡേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങോട്ടാണ് പ്രൈസ് മൂവ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് ട്രേഡ് നോക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് ഇത്രമേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.